KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്ന റിപ്പോർട്ടിൽ പറയുമ്പോഴും ഒരുപാട് ദുരൂഹതകൾ ഈ റിപ്പോർട്ട് ബാക്കിയാക്കുന്നു. വിവരങ്ങൾ. SKN 243 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന ഡ്രീം ലൈനർ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ പല സംശയങ്ങൾക്കും ഇട നൽകിയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എഞ്ചിനുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ വന്നിരുന്നെങ്കിലും വളരെ പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരുടെ നേതൃത്വത്തിൽ പറന്നുയർന്ന വിമാനത്തിന് എഞ്ചിൻ തകരാറ് എങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ടാണ് എഞ്ചിൻ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന കാര്യങ്ങളിൽ അന്ന് തന്നെ വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അതിന് പക്ഷിയുടെ ചിറകിൽ തട്ടിയതാകാം, അതല്ലെങ്കിൽ മോശം കാലാവസ്ഥ കൊണ്ടാകാം ഈ അപകടമൊക്കെ ഉണ്ടായതെന്നുള്ള പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് ആ സമയത്ത് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് എഞ്ചിനുകളിലേക്ക്, ഈ 2 എഞ്ചിനുകളിലേക്കും എത്തുന്ന ഇന്ധനത്തിന്റെ പ്രധാനപ്പെട്ട സ്വിച്ച് അതൊരു ഓഫ് പൊസിഷനിലായിരുന്നു, അതൊരു കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ധനം അവിടെ എത്താതിരുന്നതും എഞ്ചിൻ തകരാർ ഉണ്ടാകുന്നതും വിമാനം പൊടുന്നനെ താഴേക്ക് വീഴാൻ ഇടയാക്കിയതെന്നുമാണ് ഇപ്പോൾ ഈ കണ്ടെത്തലായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അവർ നടത്തിയിരിക്കുന്നത് ഇത് ആരാണ് ഇതിനെ ഒരു കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിവെച്ചത്, ഇത് ആരുടെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയുള്ള ചിത്രം ഈ റിപ്പോർട്ട് നൽകുന്നില്ല. ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ഇത് കട്ട് ഓഫ് പൊസിഷനിലാക്കിയത് ആരാണെന്ന് ചോദിക്കുന്നതും ഞാനത് ചെയ്തിട്ടില്ല എന്നൊരാൾ പറയുന്നതുമായ ശബ്ദ സന്ദേശം ഈ ഓഡിയോ റെക്കോർഡറിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റ് റെക്കോർഡറിൽ ലഭിച്ചിട്ടുള്ള കോക്പിറ്റ് ഓഡിയോ റെക്കോർഡറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ശബ്ദ സന്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ AIBയുടെ അന്വേഷണത്തിൽ ഇത് കട്ട് ഓഫ് പൊസിഷനിലായ എഞ്ചിനാണ് ഈ അപകടം വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയും ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ BBC പോലെയുള്ള മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ BBCയിലെ വളരെ പ്രശസ്തനായ വ്യോമയാന വിദഗ്ധൻ ഈ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിമാനം താഴെ ലാൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് വിമാനം പറന്നിറങ്ങുന്ന സമയത്താണ് ഒരു എഞ്ചിനിലേക്കുള്ള ഇന്ധനം കട്ട് ഓഫ് പൊസിഷനിൽ ഉണ്ടാവുക. വിമാനം പറന്നുയരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, റൺവേയിൽ നിന്ന് വിമാനം ഓടിത്തുടങ്ങുമ്പോൾ തന്നെ വിമാനത്തിൻ്റെ ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധനം എത്തുന്ന സ്വിച്ച് അതൊരു ഓൺ പൊസിഷനിലേക്ക് ആക്കിയ ശേഷം മാത്രമേ വിമാനം റൺവേയിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. അപ്പോൾ വിമാനം ഈ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് ഈ വിവരങ്ങൾ നോക്കുമ്പോൾ 1:38 വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 42 സെക്കൻഡിൽ പരമാവധി വേഗമായ 180 നോട്ട്സ് സ്പീഡിലേക്ക്, ആ ഒരു ഇൻഡിക്കേറ്റഡ് സ്പീഡിലേക്ക് എത്താൻ വിമാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുമ്പോൾ ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധനം എത്തുന്ന ആ സ്വിച്ച് ഓൺ പൊസിഷനിലായിരുന്നു. അപ്പോൾ ആ വിമാനം പറന്നുയർന്ന ശേഷമാണ് ഇതൊരു ഓഫ് പൊസിഷനിലേക്ക് മാറിയിട്ടുള്ളത്. അതാര് ചെയ്തു എന്നതിലാണ് ഇതിലെ അട്ടിമറി സംശയിക്കപ്പെടുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം BBC ലേഖകൻ പറയുന്നത് ഇത് വളരെ പ്രകടമായി, അതായത് കോക്പിറ്റിൽ കാണാവുന്ന തരത്തിലാണ് ഈ സ്വിച്ച് നിൽക്കുന്നത്. അത് നമ്മുടെ കൈകൊണ്ടാണ് ആ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. അത് ഒരു ഘട്ടത്തിലും ഓഫായി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സ്വിച്ച് അവിടെ ഘടിപ്പിക്കാൻ തന്നെ കാരണം വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിക്കുകയോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും തകരാറ് എഞ്ചിന് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള സുരക്ഷാ മാർഗം എന്ന നിലയിലാണ് ഈ കട്ട് ഓഫ് സ്വിച്ചുകൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിമാനം പറന്നുയർന്ന ശേഷവും ഏതെങ്കിലും തരത്തിൽ എഞ്ചിന് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിലേക്കുള്ള ഇന്ധനം തടഞ്ഞുകൊണ്ട് ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുക എന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സുരക്ഷാ ഉദ്ദേശത്തോടു കൂടി ഈ ഒരു കട്ട് ഓഫ് സ്വിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു വൈമാനികന് പറക്കുന്ന വിമാനത്തിന്റെ കട്ട് ഓഫ് സ്വിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് ബോധപൂർവം ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണ്, അത് സഹ പൈലറ്റാണോ അതോ പ്രധാന പൈലറ്റാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് വരുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു ഇതാരാണ് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുന്നു. അത് ഞാനല്ല എന്ന് പറയുന്ന ശബ്ദശകലമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഏത് പൈലറ്റിനോടാണ് ആവശ്യപ്പെട്ടത്, ഈ സംശയങ്ങൾ ചോദിച്ചതെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും SKN AIBയുടെ റിപ്പോർട്ടിൽ പ്രാഥമികമായി ഈ ദുരന്തത്തിനിടയാക്കിയ അപകടത്തിനിടയാക്കിയ കാരണങ്ങളായി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുന്ന സ്വിച്ച് ഓഫ് പൊസിഷനിലായിരുന്നു എന്ന് മാത്രമാണ്. പക്ഷേ ഇതിന് പിന്നിൽ അട്ടിമറി സംശയിക്കാവുന്ന സൂചനകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. വ്യോമയാന രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഒരു കാരണവശാലും അബദ്ധത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ല. വളരെ ബോധപൂർവമല്ലാതെ ഈ തരത്തിൽ കട്ട് ഓഫ് സ്വിച്ചായി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. വിമാനം പറന്നുയർന്നപ്പോൾ കട്ട് ഓൺ ആയിരുന്ന അല്ലെങ്കിൽ ഇന്ധനം കൃത്യമായി എത്തിയിരുന്ന വിമാനത്തിന് വഴിക്ക് വെച്ച് എന്ത് സംഭവിച്ചു, പറന്നുയർന്ന ഉടനെ അത് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയത്
ആരാണ് എന്ന കാര്യത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ട്, അതായത് 16 പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പ്രാഥമികമായ കണ്ടെത്തലുകൾ മാത്രമാണ്. പക്ഷേ ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ആ ദുരന്തത്തിന് യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തതാണ് എന്നത് സാങ്കേതികമായ കാരണം മാത്രമാണ്. അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ, അതിന് പിന്നിൽ ഒരു പൈലറ്റ് ബോധപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ടോ, അതല്ല റൺവേയിൽ നിന്ന് പറന്നുയരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുകൊണ്ട് ഉണ്ട്. അവ്യക്തതകൾ ബാക്കി വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്ക് യു. കെ ആർ ഗോപികൃഷ്ണനാണ് സെൻട്രൽ ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത്.